മച്ചാമാരെ അപ്പം എൻ്റെ ഒരു കൂട്ടുകാർ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു ചെറിയ ശാർക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുകയല്ലേ, പിന്നെ അവിടെ സ്റ്റോളുകളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അവിടെ പോയാലോ. ഞാൻ ആദ്യം തന്നെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണിൽ വിട്ടത് ആദ്യം എന്താ ഈ ഒരു ഡൈക്കാസ്റ്റ് കാറുകളുടെ കളക്ഷനാണ്. പുറത്തെ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ റേറ്റ് കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം 200 to 250 രൂപ റേഞ്ചിൽ വരുന്ന കാറുകളാണ്. പിന്നെ ഇതും മെറ്റൽ കാറുകൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അത്ര ഡീറ്റെയിലിംഗ് ഇതിലില്ല, അതുകൊണ്ട് ഇതിന് 150 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഈ 6 പറഞ്ഞ ഈ ഒരു കോമ്പോക്ക് ഇവിടെ 500 രൂപയുള്ളൂ. ഇത് കുറച്ച് പഴയകാല മിഠായികളാണ്. ഈ മിഠായിയൊന്നും എനിക്കും എൻ്റെ കൂട്ടുകാരനൊന്നും വലിയ പിടിയില്ല, കാരണം ഇതൊക്കെ നമ്മുടെ വാപ്പാടെ കാലത്തുള്ള മുട്ടായിയാണ്. ഈ കടയിലുള്ളവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 90s മിക്ക എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതാണ് ഇവിടുത്തെ 20 രൂപ കട. ഇവിടെ നിന്ന് എന്തെടുത്താലും 20 രൂപ. അല്ല മോനെ, കട മൊത്തത്തിൽ 20 രൂപയ്ക്ക് എഴുതി തരുമോ? കടയിൽ നിന്ന് ഇറങ്ങിപ്പോടാ വാപ്പിളി പയ്യ. പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. കറങ്ങി കണ്ടോണ്ടിരുന്നപ്പോൾ അപാരമായ ദാഹം. ഗ്ലാസ് ഇട്ട് പട്ടാന്നട്ടിക്കണ് അടിച്ചടിച്ച് മേശ വരെ കുഴിഞ്ഞുപോയി. പിന്നെ സാവധാനം അതങ്ങ് ഉള്ളിലാക്കി. തലയുടെ മേളിൽ സാധനങ്ങളെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇന്നത് കാണുകയും ചെയ്തു. കുറേ ചെടികളുണ്ട്. ഇന്ന് ഞാൻ ഒരു കൃഷിഭവൻ തുടങ്ങും ഇവിടെ. സ്കൂളൊക്കെ തുറക്കുമ്പോൾ സ്കേറ്റിംഗ് ബോർഡ് കിട്ടും. സ്കേറ്റിംഗ് ബോർഡ് കൊണ്ടുള്ള പേന. ഇത് നമ്മൾ 2K പിള്ളേരെ ഉദ്ദേശിച്ചിറക്കിയ പേനയാണോ എന്നൊരു സംശയമുണ്ട്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വാഴത്തൈ ഉണ്ട്. വാഴത്തൈ നടാൻ വേണ്ടി ചെടിച്ചട്ടികളുണ്ട്. വീട്ടമ്മമാരുടെ ഫേവറേറ്റ് ഐറ്റം മീൻ ചട്ടി. അതൊക്കെ ഇവിടെ ഒരു ലോഡ് ഇറക്കിയിട്ടുണ്ട്. അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാനുള്ളത് പോലും. ഈ കടയിരുന്ന കുരങ്ങ് എന്നെ ഒരുമാതിരി ബാഡ് നോട്ടം നോക്കണം. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പിന്നെ മരണക്കിണറിന്റെയും ഗൈൻഡ്യൂവിന്റെ ഒക്കെ അടുത്ത് പോയി. അവിടെയൊക്കെ പോയപ്പോൾ 6:30 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ടിക്കറ്റ് ചാർജ് അത്യാവശ്യം നല്ല റേറ്റാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്നും കണ്ട് പൈസ കളയണ്ട, തിന്ന് പൈസ കളയാന്ന്. അങ്ങനെ ഇവിടെ കയറി. പിന്നെ ഇതും മേടിച്ച് കഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ ടോയ്സ് ഇരിക്കുന്ന ഒരു കട എൻ്റെ കണ്ണിൽ പെട്ട്. ഈ ക്രെയിനിലുണ്ടോ നല്ല രീതിയിലുള്ള അപാരമായ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ല. 10,000 രൂപയ്ക്ക് മേലെയൊന്നും ഇതിന് വിലയില്ല. വെറും 600 രൂപ മാത്രം. ഇത്ര ഡീറ്റെയിലിങ്ങോടു. ഞാൻ ഇവിടെ തന്നെ കുറേ ഡൈക്കാസ്റ്റ് കാറുകളുടെ കളക്ഷനുള്ള കടയിൽ കയറി. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൈക്കാസ്റ്റ് കാറുകളുടെ കളക്ഷൻ ഉള്ളത്. ഈ JCB ഉണ്ടോ നല്ല അപാരമായ ഡീറ്റെയിലിങ്ങും ക്വാളിറ്റി. എൻ്റെ ഫേവറേറ്റ് JCB. 2 സൈഡും തുമ്പിക്കൈയുള്ള. പ്രത്യേകിച്ചൊന്നും മേടിച്ചതൊന്നും ഇല്ല. ഇതൊക്കെ മേടിക്കണ പൈസയെങ്കിൽ ഞാൻ കഴിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്ത്. പിന്നെ വീട്ടിൽ പോയി.